അഭിനന്ദൻ വർത്തമാനെ ഒന്നും ചെയ്യാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. അതുതന്നെ ഒരു യഥാർത്ഥ പട്ടാളക്കാരന്റെ വിജയമാണ്. ശത്രുവിന്റെ പിടിയിൽ നിന്നും പോറലേൽക്കാതെ മാതൃരാജ്യത്ത് തിരിച്ചെത്തുന്ന ധൈര്യത്തിന്റെ പേര്. അതാണ് അഭിനന്ദ് വർത്തമാൻ. ഇന്ത്യക്കാർ ഒരേ മനസ്സോടെ ഇന്ന് കാണാനും കേൾക്കാനും കൊതിക്കുന്ന ആ വലിയ വാർത്ത അതുതന്നെയാണ്. പാകിസ്ഥാൻ അഭിനന്ദിനെ മോചിപ്പിക്കുന്നു. ഇന്ന് വാഗാ അതിർത്തിയിൽ അഭിനന്ദിനെ കൈമാറും. ശത്രു രാജ്യത്തെ പീഡനത്തിലും ചോദ്യം ചെയ്യലിലും പതറാതെ ധീരനായി സ്വാഭിമാനം നിലകൊണ്ട വൈമാനികൻ, ഇന്ത്യയുടെ ഹൃദയാഭിമാനത്തിന്റെ കൊടി ഉയർത്തിയാണ് അഭിനന്ദൻ വർത്തമാൻ എന്ന സൈനികൻ ഇന്ന് വാഗാ അതിർത്തി കടന്ന് ഇന്ത്യൻ മണ്ണിലെത്തുക. പാകിസ്ഥാന്റെ മണ്ണിൽ അവരുടെ സേനാ തലവന്മാർക്ക് മുന്നിൽ പതറാതെ മുഖവും ശബ്ദവുമായി കുലുങ്ങാതെ നിന്ന വിംഗ് കമാൻഡറിനെ വീട്ടിലേക്ക് മടങ്ങുന്ന സ്വന്തം കുടുംബാംഗത്തെ പോലെ കാത്തിരിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും ഈ രാജ്യവും. ഓരോ കുടുംബവും പാക് സൈന്യത്തിന്റെ കൈകളിൽ അകപ്പെട്ടിട്ടും അഭിനന്ദൻ പ്രകടിപ്പിച്ച ധൈര്യവും രാജ്യസ്നേഹവും ലോകത്തെ ആകെയും അമ്പരപ്പിച്ചു കളഞ്ഞു. പിടിയിലാകും മുമ്പ് അഭിനന്ദൻ പ്രദർശിപ്പിച്ച ധീരതയെയും ചങ്കൂറ്റത്തെയും പാക് മാധ്യമങ്ങൾ പോലും പുകഴ്ത്താതിരിക്കാൻ അവർക്ക് ആകില്ലല്ലോ. ഇന്ത്യൻ സൈനിക താവളങ്ങളെയും സൈന്യത്തെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ട പാക് പോർ വിമാനങ്ങളെ തുരത്തുന്നതിനിടെയാണ് അഭിനന്ദൻ ശത്രു സൈന്യത്തിന്റെ പിടിയിലാകപ്പെടുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സംയുക്ത സമ്മേളനത്തിൽ അഭിനന്ദിനെ അഭിനന്ദിക്കാനും അദ്ദേഹം മോചിപ്പിക്കപ്പെടുന്നതിൽ സന്തോഷം അറിയിക്കാനും സേനാ വക്താക്കളും ശ്രദ്ധിച്ചിരുന്നു. ഇന്ത്യ വീഴ്ത്തിയ പാകിസ്ഥാന്റെ F-16 വിമാനത്തെ എതിരിട്ടത് അഭിനന്ദൻ പറത്തിയ MiG-21 വിമാനമാണെന്ന് വ്യോമസേന വെളിപ്പെടുത്തിയിരുന്നു. ഡൽഹിയിലെ വാർത്താ സമ്മേളനത്തിനിടെ എയർ വൈസ് മാർഷൽ RKG കപൂറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബുധനാഴ്ച രാവിലെ 8:45 നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ പാക് ഗ്രാമമായ ഹോറയിൽ ഇന്ത്യൻ വിമാനം തകർന്ന് വീണതെന്നാണ് പാക് മാധ്യമം ദി ഡോൺ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യൻ പൈലറ്റ് അഭിനന്ദൻ കസ്റ്റഡിയിലുണ്ടെന്ന അവകാശവുമായി പാകിസ്ഥാൻ പിന്നീട് രംഗത്തെത്തിയിരുന്നു. ആദ്യം പാകിസ്ഥാൻ അത് സ്ഥിരീകരിച്ചിരുന്നില്ല. ഇതിനു പിന്നിലെ സ്ഥിരീകരണവുമായി ഇന്ത്യയും ബുധനാഴ്ച നടന്ന വ്യോമാക്രമണത്തിനിടെ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളെ വീഴ്ത്തിയത് ഇന്ത്യയുടെ MiG-21 വിമാനമാണ് എന്ന തരത്തിൽ രംഗത്തെത്തി. തുടർന്ന് F-16 വിമാനം പാക് അധിനിവേശ കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം തകർന്നു വീണു. ഇന്ത്യക്ക് MiG-21 വിമാനം നഷ്ടമാവുകയും ചെയ്തു. വിമാനത്തിൽ നിന്ന് പാരച്യൂട്ടിൽ രക്ഷപ്പെട്ട വൈമാനികൻ ഇറങ്ങിയത് പാക് അധിനിവേശ കാശ്മീരിലായിപ്പോയി. ഇവിടെ വച്ചാണ് അദ്ദേഹം പാക് പട്ടാളത്തിന്റെ പിടിയിലാകുന്നത്. ഇന്ത്യൻ സേനാ സംഘത്തെ പ്രകോപിപ്പിച്ച് പാകിസ്ഥാനിലേക്ക് മടങ്ങിയ F-16 വിമാനങ്ങളെ MiG പിന്തുടർന്നു. ഇതിനിടെ പാക് വിമാനങ്ങളിലൊന്നിനെ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തി. മറ്റുള്ളവയെ പിന്തുടർന്ന് നിയന്ത്രണ രേഖയ്ക്കു സമീപമെത്തിയ അഭിനന്ദിന്റെ വിമാനത്തിന് നേരെ പാക് ആക്രമണമുണ്ടായി. ഉടൻ സ്വയം ഇഞ്ചക്ട് ചെയ്ത അഭിനന്ദൻ പാരച്യൂട്ടിൽ സുരക്ഷിതമായി നിലത്തിറങ്ങി. സുഖോയ് 30 MKI വിമാനത്തിന്റെ പൈലറ്റായി പ്രവർത്തനം തുടങ്ങിയ അഭിനന്ദൻ പിന്നീടാണ് MiG-21 ബൈസൺ സ്ക്വാഡിന്റെ ഭാഗമാകുന്നത്. ശ്രീനഗർ വ്യോമതാവളത്തിലായിരുന്നു പോസ്റ്റിംഗ്. ആശങ്കയുടെയും പിരിമുറുക്കത്തിന്റെയും നയതന്ത്ര ഇടപാടുകളുടെയും മണിക്കൂറുകളാണ് പിന്നീട് പോയത്. അഭിനന്ദിന്റെ മോചനമാണ് എല്ലാ ഭാഗത്തു നിന്നുമുണ്ടായ ഏറ്റവും വലിയ പുറവിളിയും. പൈലറ്റിനെ ഉപയോഗിച്ചുള്ള വിലപേശലൊന്നും വേണ്ടെന്നും ഉടൻ വിട്ടയക്കണമെന്നുമുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഇന്ത്യൻ നിലപാട് സമ്മർദ്ദമായപ്പോൾ പാകിസ്ഥാന് അയയാതെ നിവർത്തിയില്ല. വെള്ളിയാഴ്ച അഭിനന്ദിനെ മോചിപ്പിക്കുമെന്ന് പാക് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നേരിട്ടാണ് പ്രസ്താവന നടത്തിയത്. സമാധാന സൗഹൃദ നിലപാടുകളുടെ ഭാഗമായാണ് മോചനമെന്നായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ ഇക്കാര്യത്തിലെ വിശദീകരണം. മോചന വാർത്ത വന്നതോടെ അഭിനന്ദന്റെ ചെന്നൈയിലെ കുടുംബവും നാട്ടുകാരും ആഹ്ലാദ തിമിർപ്പിലായി, കൂടെ രാജ്യവും. താമസ സ്ഥലമായ ചെന്നൈയിലെ ഡിഫൻസ് കോളനിയിൽ സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും മണിക്കൂറുകളായിരുന്നു പിന്നീട് ഇങ്ങോട്ട്. അഭിനന്ദൻ പാക് ഭൂപ്രദേശത്ത് വീണപ്പോൾ പിടികൂടിയ പാകിസ്ഥാൻകാരെ അഭിമുഖം നടത്തി ഡ്രോൺ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ധൈര്യത്തിൽ ആശ്ചര്യവും പ്രകടിപ്പിക്കുന്നുണ്ട്. വിമാനത്തിൽ നിന്ന് പാക് പ്രദേശത്ത് പാരച്യൂട്ടിലിറങ്ങിയ അഭിനന്ദിനെ റസാഖ് എന്ന പ്രദേശവാസിയാണ് ആദ്യം കാണുന്നത്. പാരച്യൂട്ട് പറന്നിറങ്ങിയ സ്ഥലത്തേക്ക് റസാഖ് ചെറുപ്പക്കാരെ കൂട്ടി എത്തുകയായിരുന്നു. എന്നാൽ കീഴടങ്ങാൻ അപ്പോൾ അഭിനന്ദ് തയ്യാറായിരുന്നില്ല. ഓടിക്കൂടിയ യുവാക്കളോട് ഇത് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ എന്നാണ് അഭിനന്ദൻ ആദ്യം ചോദിച്ചത്. ഇന്ത്യയാണെന്ന് ചിലർ മറുപടി നൽകി. പക്ഷേ പാകിസ്ഥാനാണെന്ന് മനസ്സിലായതോടെ
അഭിനന്ദൻ ഇന്ത്യക്ക് അനുകൂലമായി ജയ് വിളിച്ചു. ഉടനെ യുവാക്കൾ പാക് സേനയ്ക്ക് അനുകൂല മുദ്രാവാക്യങ്ങളും വിളിച്ചു. ഇതോടെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റളിൽ നിന്ന് അഭിനന്ദൻ ആകാശത്തേക്ക് വെടിയുതിർത്തു. ആൾക്കൂട്ടത്തെ വിരട്ടിയോട്ടിച്ച ശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് ഓടാൻ ശ്രമിച്ചു. കൈവശമുണ്ടായിരുന്ന രേഖകൾ വലിച്ചു കീറി കളയാനും വെള്ളത്തിൽ ഒഴുക്കിക്കളയാനും ശ്രമിച്ചതായി ഡ്രോൺ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനുശേഷമാണ് സൈന്യമെത്തി അഭിനന്ദനെ കസ്റ്റഡിയിലെടുക്കുന്നത്. പാകിസ്ഥാന്റെ ചോദ്യം ചെയ്യലിലും തന്റെ പേരല്ലാതെ മറ്റു വിവരങ്ങളൊന്നും ഈ വിംഗ് കമാൻഡർ അഭിനന്ദൻ പങ്കുവച്ചില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായത്. അത് തന്നെയാണ് രാജ്യത്തിനെ സുരക്ഷിതമായി എത്തിച്ചതും. അഭിനന്ദൻ പറയുന്നു, അതെ, ഇക്കാര്യം ഞാൻ ശരിവെക്കുന്നു. എന്റെ രാജ്യത്ത് മടങ്ങിപ്പോകാൻ സാധിച്ചാലും ഇതു തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. പാകിസ്ഥാൻ സേനയിലെ ഓഫീസർമാർ എന്നോട് നന്നായാണ് പെരുമാറിയത്. എന്നെ പ്രദേശവാസികളിൽ നിന്ന് രക്ഷിച്ച ക്യാപ്റ്റൻ മുതൽ ചോദ്യം ചെയ്തവർ വരെ മാന്യമായാണ് പെരുമാറിയത്. പാകിസ്ഥാൻ സേനയുടെ പെരുമാറ്റത്തിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. വരുന്ന ഈ മണിക്കൂറിൽ രാജ്യവും രാജ്യത്തെ ജനങ്ങളും ഇന്ത്യൻ സമൂഹമൊക്കെ കാത്തിരിക്കുന്നത് അഭിനന്ദ് വർത്തമാൻ വാഗാതിർത്തിയിൽ എത്തുന്നത് ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തുന്ന ആ നിമിഷത്തിന് വേണ്ടിയാണ്. ഓരോ കുടുംബത്തിലെയും അംഗം പോലെയാണ് ഇപ്പോൾ അഭിനന്ദ് വർത്തമാൻ. പാകിസ്ഥാൻ അയഞ്ഞു ഇന്ത്യൻ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അഭിനന്ദിന്റെ മോചനം. എന്തായാലും പേരിനെ അർത്ഥവത്താക്കിയ രീതിയിൽ തന്നെയായിരുന്നു ആ ധീര പോരാളി കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ അത്രയും പാകിസ്ഥാന്റെ കൈകളിലിരുന്നത്. അഭിനന്ദൻ വർത്തമാന് ഒരു ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.